സുവിശേഷത്തിൻ ദീപ്തവെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഷാലോമിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മന്നയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച മക്കളെ എങ്ങനെ ദൈവഹിതമനുസരിച്ച് വളർത്തണം എന്നതിനെക്കുറിച്ചാണ്. 127 സങ്കീർത്തനം അതിൻ്റെ 3 തിരുവചനം, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് മക്കളെന്ന്. ഓരോ മാതാപിതാക്കളും ഈ ഭൂമിയിലെ നോട്ടക്കാർ മാത്രമാണ്. ദൈവം നമുക്ക് നൽകിയ മക്കളെ ദൈവഹിതമനുസരിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയെടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം ഓരോ മാതാപിതാക്കൾക്കും നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ പലതരത്തിൽ വേദനിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മക്കളുണ്ടായിട്ടും അവരെ ദൈവഹിതമനുസരിച്ച് വളർത്താൻ സാധിക്കാത്ത മാതാപിതാക്കൾ. രണ്ടാമതായിട്ട്, വിവാഹം കഴിഞ്ഞ് കുറേ കാലമായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കൾ. മൂന്നാമതായിട്ട്, ഒന്ന് സെറ്റിലായതിനു ശേഷം മതി മക്കളെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് എപ്രകാരം നേരിടാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹം എന്ന കൂദാശയിലൂടെ ഭാര്യയും ഭർത്താവുമായി മാറുന്ന യുവതി യുവാക്കൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായിക്കൊണ്ട് ദൈവം തൻ്റെ സ്ഥാനത്തേക്ക് അപ്പനും അമ്മയുമാക്കി അവരെ ഉയർത്തുന്നു. ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല ദൈവം അവരെ ഏൽപ്പിക്കുന്നത്. മക്കളുടെ കാണപ്പെട്ട ദൈവങ്ങളാണ് മാതാപിതാക്കൾ. ഭൂമിയിലെ ഓരോ മാതാപിതാക്കളുടെ കരങ്ങൾ വഴിയാണ് ഓരോ മക്കളും അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇന്ന് നമ്മൾ ഏതൊരവസ്ഥയിലുള്ളവരായിരുന്നാലും, ചിലപ്പോൾ മക്കളുള്ള അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം, അത് ഏത് അവസ്ഥ തന്നെ ആയാലും ഈ അവസ്ഥ എൻ്റെ ദൈവം അറിയുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആയിരുന്നു അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരുന്നത്. അതിലൂടെ നമ്മൾ ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നൊരു കുഞ്ഞില്ലാതെ വിഷമിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെതായ ഒരു നല്ല പദ്ധതി തീർച്ചയായും അതിൻ്റെ പിന്നിൽ കാണുക തന്നെ ചെയ്യും. ജെറമ്യ 29:11 കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് നിങ്ങളിൽ നിന്ന് അഭിലേഷിക്കുന്നത്?
അപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധരായ മക്കളെയാണ്, ദൈവഭക്തരായ മക്കളെയാണ്. ദൈവഭക്തരായ മക്കൾ നമുക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളും അതുപോലെ വിശുദ്ധരായിരിക്കണം. കാരണം വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഓരോ മാതാപിതാക്കളും ഒരു കുഞ്ഞിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും വിശുദ്ധരായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സൂസന്നയുടെ മാതാപിതാക്കളും അവർ ദൈവസന്നിധിയിൽ നീതിമാന്മാരായി ജീവിച്ചിരുന്നവരാണ്. ദൈവം നമ്മിൽ നിന്ന് ആത്മീയ വിശുദ്ധി എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ അമ്മ ഒരുപാട് നാളായിട്ട് മക്കളില്ലാതെ വേദനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സാംസൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നീ ഉപയോഗിക്കരുത്, അശുദ്ധമായവ ഒന്നും തന്നെ നീ ഉപയോഗിക്കരുത്. നാം ദൈവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ സിനിസ്, തീർച്ചയായും നമ്മൾ മാതാപിതാക്കൾ ആത്മീയവും ശാരീരികമായി വിശുദ്ധിയുള്ളവർ തന്നെ ആയിരിക്കണം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാ നിറഞ്ഞ പരിശുദ്ധമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സ്നാപകയോഗൻ സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്നും എലിസബത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞു എന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നത്. പരിശുദ്ധ അമ്മയുള്ള ഭക്തി ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാലും വിശുദ്ധിയാലും നിറയുക തന്നെ ചെയ്യും. അമ്മ വിപരീത അവസ്ഥകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നതെങ്കിൽ അത് പ്രതികൂലമായി കുഞ്ഞിനെ ബാധിക്കാനിടയുണ്ട്. അങ്ങനെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഹൈപ്പർ ആക്ടിവിറ്റിയും പെട്ടെന്ന് ദേഷ്യ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മുടെ കരുണാമനായ ദൈവം അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നത്. ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു ചെന്ന് സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് അവൻ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇന്നലകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് കണ്ണീരോടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാം. പരിശുദ്ധാത്മാ നിറഞ്ഞ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ട കടമ മാതാപിതാക്കൾക്ക് തീർച്ചയായും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ നമ്മൾ ഇപ്രകാരം പറയണം, യേശു നിൻ്റെ കർത്താവാണ്, പരിശുദ്ധാത്മാവ് നിന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുമെന്ന് നമ്മൾ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ആവർത്തിച്ച് പറയണം. അതിനുശേഷം ഈ കുഞ്ഞ് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉണർന്നു കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് തിരുവചനങ്ങൾ വായിക്കണം. സഭയുടെ വിശ്വാസം പ്രമാണം നമ്മൾ ആവർത്തിച്ച് നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ ജപമാല നമ്മൾ ചൊല്ലണം. ഇതിലൂടെ കുഞ്ഞിൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് ഒരു ഐക്യത്തിലായിരിക്കും. പരിശുദ്ധ അമ്മയും ചെയ്തത് ഇതുപോലെ തന്നെയാണ്. യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് അമ്മ വളർത്തിയെടുത്തത്. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഈശോ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇവരെ പോലുള്ളവരുടേതാണ്. വീണ്ടും ഈശോ പറയുന്നുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുവചനം, യേശു ശിശുക്കളെ കയ്യിലെടുത്ത് അവരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഓരോ മാതാപിതാക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നമ്മൾക്ക് ദാനമായിട്ട് ലഭിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അവരെ ആത്മീയമായിട്ട് നമ്മൾ വളർത്തണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം 7 വയസ്സിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. ഈ കാലയളവിനുള്ളിൽ മക്കളെ നമ്മൾ ദേവാലയത്തോട് ചേർന്ന് യേശുവുമായും
വിശുദ്ധ ബലിപീഠവുമായി ചേർത്ത് വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. യേശു തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ ദേവാലയത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മാതാപിതാക്കളോടൊപ്പം ആണ്ടുതോറും ജെറുസലേമിൽ ആരാധനയ്ക്കായി പോയിരുന്നതായും കാണാം. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ ബാല്യകാലത്തെപ്പറ്റി പറയുന്ന ഏറ്റവും സുപ്രധാനമായ തിരുവചനമാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു. ഇപ്രകാരം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളരാൻ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച മക്കളെ പിന്നീട് ദേവാലയത്തിലേക്കോ ദേവാലയ കർമ്മങ്ങളിലേക്കോ ഒന്നും കൊണ്ടുപോകാതെ മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. ഈ കുഞ്ഞിനെ ദൈവം തന്നതാണെന്നും ആ ദൈവം തന്നെ ആ കുഞ്ഞിനെ പരിപാലിക്കുമെന്നുള്ള വലിയ ഒരു ഉൾബോധ്യം ഓരോ മാതാപിതാക്കൾക്കും വേണം. അതുപോലെ തന്നെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. അവർക്കരയും ഡിസ്റ്റർബ് ആക്കും എന്നൊന്നും വിചാരിച്ച് അവരെ കുടുംബ പ്രാർത്ഥനയെന്നും മറ്റു പ്രാർത്ഥനകളൊന്നും ഒന്നും അകറ്റി നിർത്തരുത്. അവരെ ചേർത്ത് പിടിച്ചു വേണം നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം കൊണ്ടുപോകാൻ. ചേച്ചി ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ദൈവം ചെയ്ത ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്ന സമയത്താണ് എൻ്റെ മൂത്ത മക്കൾ ജനിച്ചത്. അവർ ഇരട്ടക്കുട്ടികളായിരുന്നു. അപ്പോൾ ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുകയില്ല, മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരിച്ചു തന്നു. പക്ഷെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: 6 മാസത്തേക്ക് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തിറങ്ങരുത്, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം, അവർക്ക് മറ്റ് അസുഖങ്ങളും അതിലൂടെ വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ വീട്ടിൽ ഒരു 2 മാസത്തോളം വീട്ടിൽ തന്നെ ഇരുന്നു. ആ സമയത്താണ് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു ധ്യാനം അവിടെ നടക്കുവാനിടയായത്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു കുടുംബമായിട്ട് ആ ധ്യാനത്തിന് പോകണമെന്ന്. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഓർത്തപ്പോൾ ഒരു ഭയം ഉള്ളിൽ വന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മച്ചി പറഞ്ഞു ഞങ്ങളോട്, മക്കളെ, ദൈവമല്ലേ നിങ്ങൾക്ക് മക്കളെ തന്നത്? നമ്മുടെ ദൈവം വൈദ്യനിൽ വൈദ്യനാണ്, അവൻ തന്നെ നമ്മുടെ മക്കളെ സുഖപ്പെടുത്തിക്കൊള്ളും, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ ധ്യാനത്തിന് പോയി. 3 ദിവസമായിരുന്നു ആ ധ്യാനം. ആ 3 ദിവസവും ഈ മക്കൾ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടാക്കിയില്ല. പുറത്ത് മൈതാനത്തായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഒരു ഇൻഫെക്ഷനോ ഒരു പ്രശ്നങ്ങളോ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായില്ല. ആ പ്രസവത്തോടു കൂടി ഉണ്ടായ യാതൊരു ഇൻഫെക്ഷൻ ഇതേവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവം ആ അസുഖം അവരിൽ നിന്ന് എടുത്ത് മാറ്റുക തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, വൈദ്യനിൽ വൈദ്യനായ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തുമെന്ന്. ഇതേപോലെ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെയും എടുത്തുകൊണ്ട് ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവസന്നിധിയിലോട്ട് വരുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം ആ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു കഴിയുന്ന ദമ്പതിമാരെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം പുത്രൻ നൽകുന്ന ഒരു നല്ല പിതാവ്, കരുണാമയനായ ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. അത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. അതേപോലെ തന്നെ ഹന്നയും എലിസബത്ത് സക്കറിയ ദമ്പതിമാരും സാംസന്റെ മാതാപിതാക്കളും ഒരു കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ ദീർഘകാലം പ്രാർത്ഥിച്ചവരായിരുന്നു. ഹന്ന 2 രീതിയിൽ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണുനീരിന് വില കൊടുക്കുന്ന ഒരു കർത്താവിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നേർന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. നേർച്ചയ്ക്കും ഒരു വില കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴവിടെ ഏലിയ പുരോഹിതനുണ്ടായിരുന്നു. ഏലിയ പുരോഹിതൻ ഹന്നയെ അനുഗ്രഹിക്കുന്നതായും പിന്നീട് ഏലിയ പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി അവിടെ വലിയ അത്ഭുതങ്ങളാണ് പിന്നെ നടക്കുന്നത്. ഹന്ന സാമുവേലിന് ജന്മം കൊടുക്കുന്നു. സാമുവേൽ ഏറ്റവും ശക്തവാനായ ഒരു പ്രവാചകനായിരുന്നു. സാമുവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രത്യേക കരവേലിയെന്നും ജ്ഞാനികളുടെ ജ്ഞാനി എന്നുമൊക്കെയാണ് സാമുവേലിനെ വിശേഷിപ്പിക്കുന്നത്. സാമുവേലിൻ്റെ കാലഘട്ടത്തിലാണ് 2 രാജാക്കന്മാരെ സാമുവേൽ അഭിഷേകം ചെയ്യുന്നത്, സാവൂളിനെയും ദാവീദിനെയും.
അത്രയ്ക്കും ശക്തവനായ ഒരു പ്രവാചകനായിരുന്നു സാമുവേൽ പ്രവാചകൻ. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ജെറമ്യായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അബ്രഹാം മൃതപ്രായനായിരുന്നു, അവൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു. എന്നിട്ടും അവർ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി പ്രാർത്ഥിക്കുമെങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നത് സത്യം തന്നെയാണ്. ഇനി നമുക്ക് മക്കളെ നൽകിയില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും നമുക്ക് സാധിക്കണം. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 40 വർഷമായി. ഇന്നും അവർക്ക് മക്കളില്ല. പക്ഷെ പലരും ഇന്ന് അവരെ കളിയാക്കുന്നുണ്ട്. എന്തേ നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മക്കളില്ലാത്തത്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമല്ലേ എന്ന് അവരെ കളിയാക്കാറുണ്ട്. പക്ഷേ ആ അങ്കിളും ആൻറ്റിയും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി നൽകുന്നത്. ഒരിക്കലും ഞങ്ങളുടെ ജീവിതം ഒരു പരാജയമല്ല. ഞങ്ങൾക്ക് ലഭിച്ച ഈ സഹനം ഞങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ദൈവം ഞങ്ങളെ വലിയ ദൗത്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ മക്കളില്ലാതെ വേദനിക്കുന്ന അനേക ദമ്പതികൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അവർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന അനേക മക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ തിരിച്ചുവരവ് ഞങ്ങൾക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തിലാവുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓരോ പദ്ധതികളും സന്തോഷകരമായി മാറുക തന്നെ ചെയ്യും. അതുപോലെ മക്കളെ നൽകിയിട്ടും ആ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്താൻ പറ്റാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ തിന്മയുടെ സ്വാധീനം വളരെ കൂടുതലാണ്. ഈ തിന്മയിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക തന്നെ വേണം. അത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. ദൈവ തിരുവചനത്തിൽ പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൃപയും വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ച ദൈവകൃപ നമ്മുടെ മക്കൾക്ക് സ്വന്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും മാതാപിതാക്കൾ എന്ന നിലയിൽ തീർച്ചയായും നമ്മൾ അടങ്ങിയിട്ടുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധി ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിൽ കൈകൾ ഉയർത്തുക. നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക തന്നെ വേണം എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ കരങ്ങളെ ഒരിക്കലും ദൈവം മനുഷ്യരുടെ മുമ്പിൽ നീട്ടുവാൻ അനുവദിക്കുകയില്ല. 2 മക്കബയർ 7-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരമ്മ തൻ്റെ 7 മക്കളെ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ വേണ്ടി, അവരുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ആത്മാക്കളെ ദൈവത്തിന് ബലിയായി നൽകുവാൻ പ്രേരിപ്പിച്ച ഒരമ്മ. അതുപോലെ തന്നെ ആ അമ്മ വീണ്ടും പ്രലോഭനത്തിൽ താനും വീണു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെയും ദൈവത്തിന് ബലിയായി സമർപ്പിച്ചു. ഈ ഒരു വിശ്വാസം നമ്മൾക്കും വേണം. അതുപോലെ തന്നെ വിശുദ്ധ മോനിക്ക പുണ്യവതി തൻ്റെ മകൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയപ്പോൾ ദൈവസന്നിധിയിലിരുന്ന് കണ്ണീരോടും പ്രതീക്ഷയോടും കൂടി പ്രാർത്ഥിച്ച ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ആ മകനെ തിരിച്ചു നൽകുക മാത്രമല്ല, നമ്മുടെ സഭയുടെ വലിയ പണ്ഡിതനും നമ്മുടെ സഭയുടെ വിശുദ്ധനുമാക്കി മാറ്റി. നമ്മുടെ വിശുദ്ധ അഗസ്തിനോസ്, അതുപോലെ തന്നെ റീത്ത പുണ്യവതി
തൻ്റെ മക്കൾ പാപത്തിൽ വീണു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മക്കൾ നശിച്ചു പോകുന്നതിനെക്കാട്ടിലും നല്ലത് നീ അവരുടെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന്. ഇതേപോലെ തീക്ഷ്ണമായിട്ട് നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് മക്കൾക്ക് ആത്മീയ സമ്പത്ത് കൊടുക്കുന്നതിന് പകരം ഭൗതിക സമ്പത്ത് കൊടുക്കുവാനുള്ള മാതാപിതാക്കളുടെ ഒരു വ്യഗ്രത. പൂർവികരൊക്കെ ദൈവത്തെ മാത്രമാണ് അവരുടെ ആശ്രയമായി കാണിച്ചു കൊടുത്തിരുന്നത്. അവർ ഭൗതികമായ സമ്പത്തൊന്നും മക്കൾക്ക് വേണ്ടി കരുതിയിരുന്നില്ല. അവരൊക്കെ വലിയ വിശ്വാസികളുമായിട്ടാണ് ജീവിച്ചിരുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തെ ദൈവാശ്രയത്തിൽ വളർത്തുവാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചാൽ അവർ ഏത് പ്രതികൂല സാഹചര്യങ്ങളും വിജയം വരിക്കുന്ന മക്കളായി മാറുക തന്നെ ചെയ്യും. അത് തീർച്ചയുമാണ്. ദൈവ തിരുവചനത്തിൽ പറയുന്നു, യേശയ്യാ 54:13 പറയുന്നു, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസ്തമാണ്. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പറയുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ തിരുവചനമായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും. അങ്ങനെ ദൈവാശ്രയ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഇന്നത്തെ എല്ലാ മാതാപിതാക്കളിലും ഉണ്ട്. ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. ഇന്ന് അതിന് വിപരീതമായിട്ട് പലരും തങ്ങളുടെ തന്നെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് സെറ്റിലായതിന് ശേഷം മതി മക്കളെന്ന് ആഗ്രഹിക്കുന്ന നവദമ്പതിമാരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും. തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഉടനീളം ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ ഭൂമിയിലെങ്ങും സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ദൈവം ഓരോ ദമ്പതികൾക്കും നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ, തങ്ങളുടെ തന്നെ കഴിവിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ മറുതലിക്കുന്നത് പോലെയാണ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ 127-ാം സങ്കീർത്തനം 3-ാം തിരുവചനം, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഇത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കണം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു സഹോദരന് അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയായിട്ട് അവൻ ദുബായിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ അവൻ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ വിവാഹം കഴിച്ചതൊരു നഴ്സിനെയാണ്. പക്ഷേ അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം പ്രാർത്ഥിച്ചത് അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമെന്നോ തൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി കിട്ടണമോ എന്നല്ലായിരുന്നു. മറിച്ച് ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണമേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന. അവനത് ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. അവൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു, അവനും അവൻ്റെ ജീവിത പങ്കാളിയും. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ദൈവം അവൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി നൽകി അവളെ അനുഗ്രഹിച്ചു. നാം നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആത്മീയമായിട്ടും മാത്രമല്ല ഭൗതികമായിട്ടും അനുഗ്രഹിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഈ സഹോദരൻ്റെ ജീവിതം. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരും തന്നെ ഇന്നേ വരെ ഭഗ്നാശരായിട്ടില്ല. ദൈവം എല്ലാവരെയും സമൃദ്ധമായി ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം മാനവ വംശത്തെപ്പറ്റി സ്വപ്നം കണ്ട ആ പദ്ധതി നമ്മുടെ തലമുറകളിലൂടെ പൂർത്തീകരിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റായ മാതാപിതാക്കളെയല്ല, അതേസമയം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കതിനായി പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയിലായിരിക്കുവാനും നമ്മുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാനും തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനും നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥനുമായ യൗസപിതാവിനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.